ഒരുപാട് തട്ടിപ്പ് സംഘടനകളുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ഇപ്പോൾ ഒരു വലിയ തട്ടിപ്പല്ല, മതഭ്രാന്ത സംഘടന കൊരൂർ ത്വരീഖത്ത് വയനാട്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇവന്മാർ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഇവർ പറയുന്നത് ഒരു പ്രവാചകനുണ്ടത്രേ, പുതിയ പ്രവാചകനാണ്. അയാളുടെ പേര് ഷാഹുൽ ഹമീദ് എന്നാണ്. ഷാഹുൽ ഹമീദ്. ഇയാളുടെ സ്വദേശം എന്ന് പറയുന്നത് കൊടുവള്ളി, ആ ഭാഗത്താണ് ഇയാൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇയാളാണ് ഈ സംഘടനയുടെ അമരക്കാരൻ. സംഘടനയുടെ പേര് ഓർത്തു വയ്ക്കുക, കൊരൂർ ത്വരീഖത്ത്. ഈ സംഘടന ചെയ്യുന്നത് ക്രൂരമായ ഇടപെടലാണ്. ഈ സംഘടന എല്ലാ ഞായറാഴ്ചയും പ്രത്യേക ക്ലാസ്സുകൾ വയ്ക്കും. ഈ സംഘടനയിൽ ചേരുന്ന ആളുകളൊക്കെ കൃത്യമായി സംഘടനയുടെ ഭാഗമാകണം, കൃത്യമായി ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, ഇല്ലെങ്കിൽ സാമുദായിക ഭ്രഷ്ട് കൽപ്പിക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു 2 യുവതികൾക്കും അവരുടെ ഭർത്താവ് നിയാസ്, അതുപോലെ തന്നെ ഷിബില, ലുബ്ന, ഈ പെൺകുട്ടികൾക്കും ഇവരുടെ ഭർത്താവ് ലിബിനയുടെ ഭർത്താവ് റിയാസിനും ഇവർ വിലക്ക് കൽപ്പിച്ചിരുന്നു. അങ്ങനെ അത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് വയനാട് സ്വദേശി മുജീബ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അമിത അളവിൽ മരുന്നൊക്കെ കഴിച്ച് ഇയാളെ നടു റോഡിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് പോലീസ് വന്ന് മൊഴിയെടുത്തപ്പോഴാണ് പറയുന്നത്, ഷാഹുൽ ഹമീദ് പ്രവാചകൻ്റെ സംഘടനയിലെ അംഗമായിരുന്നു ഞാൻ, ആ സംഘടനയുമായി തെറ്റിപ്പിരിഞ്ഞു, അതുകൊണ്ട് എനിക്കെൻ്റെ ഭാര്യയെയും മക്കളെയും ഉമ്മയെപ്പോലും കാണാൻ അനുവദിക്കുന്നില്ല, അവർ എന്നെ കണ്ടാൽ അവർക്ക് സമുദായം ഭ്രഷ്ട് കൽപ്പിക്കും. അതായത് ഈ തട്ടിപ്പ് സംഘടന കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്, ഓർമ്മ വേണം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എന്താണ് അനാചാരം, അതുപോലെ തന്നെ മതഭ്രാന്ത്, അതുപോലെ ദുർമന്ത്രവാദം, ഇതിനൊക്കെ എതിരെയുള്ള ബില്ല് നിയമമൊന്നും അതിൻ്റെ പുറകെ പോകുന്നില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്, ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി കോട്ടയത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് അനാചാരമൊന്നും പാടില്ല, ശാസ്ത്ര ലോകമാണെന്ന് പറയുകയും ചെയ്തു. ഇത് വിരോധാഭാസമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അമ്മാതിരി ഒരു സ്ഥലത്ത് ഇമാതിരി തട്ടിപ്പുകൾ നടക്കുന്നതിൽ ഒരു അതിശയവുമില്ല. എങ്കിലും ഇവനെയൊക്കെ പിടിച്ച് 4 അടി ചൂരലിനെങ്കിലും കൊടുത്ത് ജയിലിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എനിക്കാരും ഭയവുമില്ല. ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘടനകൾ ഭ്രഷ്ട് കൽപ്പിക്കുകയാണ്. മതവിശ്വാസമാകാം, മതവിശ്വാസം എല്ലായിടത്തുമുണ്ട്. ധാരാളം സംഘടനയുണ്ട്, സമസ്തയുണ്ട്, ലീഗുണ്ട്. അവരൊക്കെ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും പറയുകയും ചെയ്യുന്ന സംഘടനകളാണ്. അവരെയൊക്കെ എല്ലാ വിഭാഗം ആളുകളും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇതാ വരുന്നു കൊരൂർ ത്വരീഖത്ത്, അവൻ്റെ പുതിയ പ്രവാചകൻ എന്താണ്, ഷാഹുൽ ഹമീദ് പ്രവാചകൻ സാറ് പറഞ്ഞു എന്താണ്, ഇവരെ കായികമായും മാനസികമായും നേരിടണമെന്നാണ് ആഹ്വാനം. ഈ ലുബ്ന ഷബിനെയും അവരുടെ ഉമ്മയുടെ അടുത്ത് പോയതാണ്. 3 വർഷം മുമ്പാണ് നിയാസും അയാളുടെ ഭാര്യയും ഈ സംഘടനയുമായുള്ള സർവമാന ബന്ധങ്ങളും വിച്ഛേദിച്ച് സ്വതന്ത്രരായത്. അതുവരെ അവർ അടിമയായിരുന്നു. അടിമ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അവർ പറയുന്ന സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം, ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, ഇല്ലെങ്കിൽ എന്താണ് അതിന് മെമ്മോ തരും, അപ്പോൾ അതിന് മറുപടി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ് വയ്യ ഞങ്ങളിതിനകത്തില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ പീഡനം, ഭ്രഷ്ട്. അവസാനം അവർ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു, മക്കളെ നിങ്ങളിവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, പക്ഷേ സംഘടന അവരിൽ നിന്നൊരു കത്ത് വാങ്ങണം, കത്ത് വാങ്ങിയാലേ നിങ്ങളെ ഞങ്ങൾക്കിവിടെ താമസിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഈ വീട്ടുകാർക്കും അതിനേക്കാൾ മുഴുത്ത വട്ട്. ഇവന്മാർ വന്നാൽ ഓടിച്ചു വിടണം, നീ ആരുടെ ചോദിക്കാമെന്ന് പറഞ്ഞ് ഓടിച്ചു വിടേണ്ട ചങ്കുറപ്പ് ഇനിയും മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും ഒന്നും ഇല്ലാതെ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ വിഷമമാണ്. സുപ്രഭാതമൊക്കെ ഒന്ന് നീട്ടി എഴുതിയിട്ടുണ്ട് വാർത്ത. അപ്പോൾ അവരൊക്കെ വാർത്ത എഴുതുന്നുണ്ട്, കൃത്യമായി ഇവരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കെതിരെ നടപടി എടുക്കാനൊന്നും ഈ സമുദായം പോലും തയ്യാറാകുന്നില്ല. സമുദായത്തിലുള്ള അംഗങ്ങൾ പറയണ്ടേ ഇവന്മാരൊന്നും നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവും പോലും കാണിക്കുന്നില്ല. പുതിയ പ്രവാചകൻ ഒന്നേ ഉള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളുകൾ കൂടിയാണിവർ. ഖുറാനും അതുപോലെ തന്നെ പരമ ദൈവവും ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇമ്മാതിരി ഒരു തട്ടിപ്പുകാരൻ അടിമകളായി ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യുവതികളെ പീഡിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു, എന്നിട്ട് ഈ റിയാസിനെ നന്നായി മർദ്ദിക്കുകയും ചെയ്തു. ആ സംഭവം അവിടെ 2 റൂറൽ പോലീസ്, അതായത് 2 ജില്ല, വയനാട് മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അതുപോലെ കൊണ്ടോട്ടി DYSPക്കും പരാതി കൊടുത്തു. എന്നിട്ട് നാളിതുവരെ ഒരു നടപടി ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് ഈ മുജീബിന് എന്താ സംഭവിച്ചത്? മുജീബ് ഈ സംഘടനയുടെ പീഡനം സഹിക്കവയ്യാതെ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ ഭാര്യയും മക്കളെയും കാണാൻ വിലക്ക്, സ്വന്തം അമ്മയെപ്പോലും കാണാൻ പറ്റുന്നില്ല. ഭാര്യയും മക്കളും അമ്മയില്ലെങ്കിൽ പിന്നെന്തിന് ജീവിക്കണം എന്ന് വെച്ചിട്ട് മുജീബ് വിഷം കഴിച്ചു. ആ മുജീബിന് തിരിഞ്ഞു നിന്ന് ചോദിക്കാനുള്ളൊരു ധൈര്യം കിട്ടിയില്ല. അയാൾ മരണത്തെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന രീതിയിലായിപ്പോയി. ഈ പോലീസിൽ പരാതി കൊടുക്കണ്ടേ? പരാതി കൊടുത്തിട്ട് ഇവനെ പിടിച്ച് അകത്താക്കണ്ടേ? ഇവൻ്റെ അനുയായികളെയും പിടിച്ച് അകത്താക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനില്ലേ? ഇങ്ങനെ ഭ്രഷ്ട് കൽപ്പിച്ചാണോ പോകേണ്ടത്? ഇതാണോ ആധുനിക കേരളം? ഇതാണോ മറ്റേ നവോത്ഥാന കേരളം? ഇതാണോ നവോത്ഥാന മുന്നണിയെ കൊണ്ടല്ലോ ഇപ്പോഴും നവോത്ഥാന കേരളം ഇതാണോ കാണിക്കേണ്ടത്? ഭ്രഷ്ട് പോലും ഭ്രഷ്ട്. ഇങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ഷാഹുൽ ഹമീദിനെ
എത്രയും വേഗം പിടികൂടണമെന്നാണ് പിടികൂടണം. അതാണ് കേരളം ചെയ്യേണ്ടത്. എത്രയും വേഗം പിടികൂടി അവനെ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ നിർത്തി കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഇവന് വാങ്ങിക്കൊടുക്കണം. ഇവൻ്റെ സംഘടനയൊക്കെ ശരി തന്നെ. ഏതെങ്കിലും കടലാസ് സംഘടനയും വെച്ചിട്ട് ആളുകളുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഭാരതം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്, മൗലിക അവകാശങ്ങൾ തരുന്നുണ്ട്, ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. പിന്നെ ഈ ഭരണഘടനയ്ക്ക് അപ്പുറമുള്ള ഭരണഘടന എവിടെ നിന്ന് കൊണ്ടുവന്നു? ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യവും മൗലിക അവകാശവും പൗരന് ഉള്ളതാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഏത് സംഘടന ആണ് കരുത്തുള്ളത്? ആ സംഘടനയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിനായില്ലെങ്കിൽ പിന്നെ പോലീസ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ കരുതുന്നത് തൃശ്ശൂരിലുള്ള കമ്മീഷണറെ ഇളങ്കോ അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞു വിടണം. അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ അദ്ദേഹം കാണിച്ചു തരും. ഇമാതിരി തെമ്മാടിത്തം കാണിക്കുന്നവർക്ക് പോലീസിൻ്റെ രീതി എന്താണെന്ന് കാണിച്ചു കൊടുക്കും. അദ്ദേഹം പറഞ്ഞില്ലേ, ഗുണ്ടാ പണി ചെയ്ത് കഴിഞ്ഞാൽ പോലീസിൻ്റെ പണി ചെയ്യാൻ മിടുക്കരാണ് പോലീസ് എന്ന് അദ്ദേഹം തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തെ പോലുള്ള ആർജവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മലപ്പുറത്തും വയനാടും നിയോഗിച്ചിട്ട് ഈ കൊരൂർ ത്വരീഖത്ത തുടങ്ങിയ തട്ടിപ്പ് സംഘടനകളെ ദൈവത്തിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ പീഡിപ്പിക്കുന്ന ഇമാതിരിയുള്ള എന്തുകൊണ്ട് ഗുണ്ടാപ്പണി ഇതിനേക്കാൾ കേമമാണെന്ന് പറയാം. അങ്ങനെയുള്ള യുവമാരെ പിടിച്ചകത്താക്കാൻ ഇനിയും പോലീസ് അമാന്തം കാണിക്കരുത്. ഇവർക്കൊക്കെ നീതി ലഭ്യമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും പോലീസിനുമുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തെയും പൗരന്റെ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്ന ഏതൊരു സംഘടനയായാലും, അത് ഇമാതിരി തട്ടിപ്പ് സംഘടനയാണെങ്കിലും അല്ല വലിയ സംഘടനയാണെങ്കിലും, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനുമുണ്ട്, പോലീസിനുമുണ്ട്. ആ കടമകളിൽ നിന്ന് പോലീസ് ഒളിച്ചോടുമ്പോഴാണ് ഇങ്ങനെ ആളുകൾ കുടുംബത്തെ കാണാൻ പറ്റാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാൻ ഓടുന്നതും അതുപോലെ തെരുവിൽ നിന്ന് വിലപിക്കുന്നതും. ഇത് കേരളത്തിന് ഭൂഷണമല്ല, കേരളത്തിന് അപമാനമാണ് എന്ന് പറയുന്നത് അടിവരയിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്.